കാണാനുള്ളൊരു അവസരം സാർ കുട്ടികൾക്കായി ധാരാളം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി സാർ കുട്ടികൾക്കായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാറിൻ്റെ സ്വപ്നത്തിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് പറയാമോ? ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആരോഗ്യരംഗത്താണ്. അതുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം സുരക്ഷിതമാക്കത്തക്ക വിധത്തിലുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ മന്ത്രിസഭയുടെ 2ാം വാർഷികം വരികയാണ്. ആ അവസരത്തിൽ, അതായത് 17-ാം തീയതിയാണ്, നാളെ കഴിഞ്ഞാണ്, ആ അവസരത്തിൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിപാടി പ്രഖ്യാപിക്കും. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും സന്തോഷവും തോന്നിയ ഒരു നിമിഷം? നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷം അതിനകത്തൊരു സംതൃപ്തി തോന്നുമ്പോഴാണ്. അപ്പോൾ വളരെയേറെ കാര്യങ്ങളൊക്കെ പലത് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി തോന്നിയത് നമ്മൾ കേരളത്തിലെ എമർജിങ് കേരള എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. അത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള വിപുലമായ പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ചെറുപ്പക്കാർ അവർ സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി മുമ്പോട്ട് വന്നു. അപ്പോൾ കേരളത്തിൽ എല്ലാവരും പഠിക്കാനൊക്കെ നല്ല മിടുക്കരാണ്, നല്ലപോലെ പഠിക്കും, നല്ല മാർക്ക് മേടിക്കും. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ജോലി, അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് പോകാനൊരു വിസ. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾ ഇതുവരെ പിന്തുടർന്നു പോകുന്ന ഒരു സമീപനം, എങ്ങനെയും ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയി രക്ഷപ്പെടണം എന്നുള്ളത് മാറി ഞാൻ ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ച് ഞാൻ ഇവിടെ നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള മനോഭാവത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം, അത് വളരെ സംതൃപ്തി ഉണ്ടാക്കിയ കാര്യമാണ്. സാർ, ഞാൻ ശ്രീത്ര ഹോമിലെ കുട്ടിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഞങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടാണ്. ആമേജൻ തോടിൽ നിന്ന് ഒരുപാട് കൊതുകുകളും പിന്നെ എലിശല്യങ്ങളൊക്കെയാണ്. ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഓരോന്ന് പരിഹരിക്കാൻ തുടങ്ങും. അതിന് പുറമെ ശ്രീത്ര ഹോമിൻ്റെ സമഗ്രമായ ഒരു വികസനത്തിന് വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വലുതായ തോതിലുള്ള ഒരു സ്കീമാണ്. ഓക്കെ, സ്റ്റേറ്റിനാണെങ്കിലും നമ്മുടെ ഇന്ത്യ രാജ്യത്തിനാണെങ്കിലും എല്ലാം 5 ഇയർ പ്ലാനാണ്. അപ്പോൾ 5 കൊല്ലം. പിന്നെ ഗവൺമെൻറ്റുകളുടെ എല്ലാം കാലാവധി 5 കൊല്ലം. അപ്പം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം എല്ലാ പാർട്ടികളും ഓരോ പ്രകടന പത്രിക ഇറക്കും. ആ പ്രകടന പത്രികയും 5 കൊല്ലത്തേക്കുള്ള കാര്യമാണ് പറയുന്നത്. ഗവൺമെൻറ് വന്നാലും പ്ലാൻ ചെയ്യുന്നതെല്ലാം 5 കൊല്ലത്തേക്കാണ്. പഞ്ചവത്സര പദ്ധതിയും 5 കൊല്ലത്തേക്കാണ്. അപ്പം 5 കൊല്ലത്തിനപ്പുറത്തേക്ക് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ടൊരു പദ്ധതി ഉണ്ടാക്കുക, ഈ ഒരു 20 കൊല്ലം നമ്മൾ അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന, അതാണ് 2030. അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 20 കൊല്ലം കഴിയുമ്പോൾ ഈ നാടിൻ്റെ സാരഥികൾ ഇന്നത്തെ ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്, ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി അറിയണം. 5 കൊല്ലത്തിനപ്പുറത്തുള്ളൊരു പ്ലാൻ എന്ന് പറയുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ചർച്ച വേണം, യുവാക്കളുമായിട്ടുള്ള ആശയവിനിമയം വേണം, അവർക്കും അത് പറയാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ ഒക്കെ ആയതിനു ശേഷം ഒരു 1-2 മാസത്തിനകം നമ്മളത് പരസ്യമായിട്ട് പറയും. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള നടപടികൾ തുടങ്ങും.
ഭക്ഷ്യ സാധനങ്ങളിൽ മായം കലരുന്നു, വിഷാംശം കലരുന്നു. അത് വളരെ പെട്ടെന്ന് ഒരു ദോഷം വരുന്നില്ലെങ്കിലും ശാശ്വതമായിട്ടത് നമുക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെയാണ് മദ്യം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാൽ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേൽ ചോദിക്കാം. ഗവൺമെൻറ്റിൻ്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെൻറ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. അതുപോലെ ഭക്ഷണ സാധനങ്ങളിലെ മായത്തിനും ഈ വിഷാംശം കലരുന്നതിനും കർശനമായ നടപടി സ്വീകരിച്ചേ മതിയാകൂ. അതിന് ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഫുഡ് സെക്യൂരിറ്റി ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ ഈ ഭക്ഷ്യ സുരക്ഷ ആ പദ്ധതി വരുന്നതോടൊപ്പം തന്നെ ഈ ഭക്ഷണ സാധനങ്ങളിലെ മായങ്ങൾ കലരുന്നത് അത് പരിശോധിക്കാനൊക്കെ ശക്തമായിട്ടുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ കഴിവുണ്ട്. ഒരാളും കഴിവില്ലാത്ത ആളല്ല. പിന്നെ കഴിവുകൾ ആളുകൾക്ക് ചിലപ്പം വ്യത്യസ്തമായിരിക്കും. ഈ മോള് നല്ലപോലെ പാട്ട് പാടി, വേറൊരു ആൾ നല്ലപോലെ പ്രസംഗിക്കും, ചിലർ നല്ലപോലെ പഠിച്ച് സമർത്ഥരാകും, ചിലർ ചിത്രകലയിലായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പം ആ കഴിവ് എങ്ങനെ വിനിയോഗിക്കുന്നു? നമുക്കുള്ള കഴിവ് നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാം, നമുക്ക് അത് നശിപ്പിക്കാം. അപ്പം നമ്മുടെ കഴിവ് എങ്ങനെ വികസിപ്പിച്ചെടുക്കുന്നു, എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും. ഏത് രംഗത്താണെങ്കിലും കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സ് വെക്കുന്ന വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കഠിനാധ്വാനികളായിരിക്കണം. നിങ്ങൾ പിന്നെ വിജയം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വളരെ അധ്വാനിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. വിജയം നമുക്കുള്ളതാണ് എന്നുള്ള നിലയിൽ തന്നെ നിങ്ങൾ പോകണം. ഒരു കുട്ടി എന്നോട് ചോദിച്ചു, അന്ന് ഞാൻ മന്ത്രിയൊന്നുമല്ല, അന്ന് MLA. അപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു മന്ത്രിക്ക് ഉണ്ടാകേണ്ട യോഗ്യത എന്താണ്? അപ്പം ഞാൻ പറഞ്ഞ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം. 2, കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. ഇപ്പം ഈ രാഷ്ട്രീയ രംഗത്ത് വരുന്നവരൊന്നും എക്സ്പേർട്സ് ആയിരിക്കത്തില്ല, വളരെ വിദഗ്ധരായിരിക്കത്തില്ല. ഇനി വിദഗ്ധരാണെന്നിരിക്കട്ടെ, അത് ഒരു മേഖലയിലല്ലേ ആകാൻ ഒക്കൂ. പൊതുരംഗത്ത് വരുമ്പോൾ, ഭരണരംഗത്ത് വരുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നേതൃത്വം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുവായ ഒരു കാര്യം വരുമ്പോൾ അതിനെ വിലയിരുത്താനും അതിനോട് പ്രതികരിക്കാനും ഒക്കെയുള്ള ആ ഒരു സാമാന്യമായിട്ടുള്ള ആ ഒരു സ്വഭാവം, ആ ഒരു മനോഭാവം, ആ ഒരു കഴിവ്. അതുപോലെ സത്യസന്ധതയും കൃത്യനിഷ്ഠയും നമ്മളെ വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ജീവിതത്തിൽ ഏത് സ്ഥാനത്തെത്തിയാലും, എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും, എത്ര വലിയ സ്ഥാനത്തെത്തിയാലും, നമ്മൾ സ്വഭാവ രൂപവൽക്കരണത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ എല്ലാം പരാജയപ്പെടും. പ്രൈവറ്റ് സ്കൂളിലെ ഫീസ് വർധന നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് CBSE സ്കൂളിൽ. ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഫ്രീയാണ്. ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സ്ഥിതിവിശേഷമാണ്
നമുക്ക് എവിടെയും സൗജന്യമായിട്ട് ഇപ്പം +2 വരെ പൂർണ്ണമായി ഫ്രീയാണ്. കോളേജിലേക്ക് കയറിയാലും ഫീസുണ്ട്. പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളല്ലാത്തവർക്ക്, വരുമാനമുള്ളവർക്ക് ഫീസുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഫീസെന്ന് പറഞ്ഞാൽ നാമമാത്രമായ ഫീസാണ്. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ഗവൺമെൻറ് ചെലവഴിക്കുന്ന തുകയുടെ ഒരു 20% പോലും ഫീസായിട്ട് കളക്ട് ചെയ്യുന്നില്ല. അപ്പം അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഗവൺമെൻറ് സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസം ഫ്രീ ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ട് സ്വകാര്യ മേഖലയിൽ പ്രത്യേകിച്ച് ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക് ഇന്ന ഫീസേ ഈടാക്കാവൂ എന്ന് കർശനമായിട്ട്, അതായത് കുറഞ്ഞ ഫീസ്, ഗവൺമെൻറ് ഫീസിനെ പോലെ ഫീസ് ഈടാക്കാൻ പറ്റുമെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പിരിക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം വെച്ചിട്ടുണ്ട്. അതാണ് മന്ത്രിസഭയിൽ എത്താൻ പ്രേരിപ്പിച്ച ഒരു അനുഭവം. ചുറ്റുപാടുമുള്ള വീടുകളിലൊക്കെ പോയി നമ്മുടെ സമകാലികരായിട്ടുള്ളവരെയൊക്കെ വിളിച്ചിറക്കി ഞങ്ങൾ ഒന്നിച്ചു പോയി യോഗം കൂടും, ബാലജനസഖ്യം. അങ്ങനെ പ്രവർത്തന രംഗത്ത് വന്നു. അതിൻ്റെ പ്രവർത്തനത്തിന്, യോഗത്തിനും മറ്റുമൊക്കെ നേതാക്കന്മാരെ വിളിക്കാൻ പോകുന്നു, നേതാക്കന്മാരെ യോഗത്തിന് കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് വിദ്യാർത്ഥി ആയ സമയത്ത് അവിടെ രാഷ്ട്രീയം, യൂത്തായപ്പം അവിടെയും വന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ ഒരു പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥാനത്ത് വരണമല്ല ഇന്നതാകും എന്നുള്ള പ്രതീക്ഷയിലൊന്നും വന്നതല്ല. പക്ഷേ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഉള്ള പ്രവർത്തനത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് വന്നതാണ്. അങ്ങനെ എത്തിയപ്പോൾ ഇതുപോലുള്ള സ്ഥാനങ്ങളൊക്കെ കിട്ടി. ഞാൻ കേരളം വിട്ട് ഇതുവരെ പോയിട്ടില്ല. ഞാൻ 10 പ്രാവശ്യം തിരഞ്ഞെടുപ്പ് മത്സരിച്ചു. 10 പ്രാവശ്യവും കേരള നിയമസഭയിലേക്കാണ് മത്സരിച്ചത്. 42 വർഷം കഴിഞ്ഞു. ഞാൻ കേരളം വിട്ടു പോകാൻ ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടില്ല, ഇനി ആഗ്രഹിക്കത്തില്ല.